പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. ആത്മരക്ഷ മിനിസ്ട്രിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ആ വാക്യങ്ങൾ ഞാനിവിടെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ഒരു വൈദികൻ കടന്നു വന്ന് യേശു കർത്താവിനെ പരീക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. വൈദികൻ ചോദിച്ചത് പ്രകാരമാണ്, ന്യായപ്രമാണത്തിലെ കൽപ്പന ഏതാണ് വലിയത് എന്നാണ്. യഹൂദന്മാർ മോശയുടെ കൽപ്പനകളെ വലിയ കൽപ്പനകളെന്നും ചെറിയ കൽപ്പനകളെന്നും 2ആയി തരംതിരിച്ചിരുന്നു. കർത്താവിനെ പരീക്ഷിക്കുവാൻ ഒരു വൈദികന്റെ ചോദ്യം കൽപ്പനകളിൽ വലിയത് ഏത് എന്നാണ്. യേശു അതിന് മറുപടി പറഞ്ഞത്, ഈ കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക എന്നാണ് യേശു പഠിപ്പിച്ചത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ള സകല കൽപ്പനകളും അതുപോലെ തന്നെ നിർവഹിക്കണമെന്നാണ് യേശു പറഞ്ഞത്. നമ്മൾ പറഞ്ഞതുപോലെ 50-50 അതാണ് യേശു കർത്താവ് പറയുവാനായിട്ട് ഇടയായത്. നമുക്കറിയാം, യേശു ഇപ്രകാരം പറഞ്ഞെങ്കിൽ മറ്റുള്ള കൽപ്പനകൾ എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണമെന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ടാണ് 2ാമത്തെ കൽപ്പനയിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാനായിട്ട് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 13-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യേശു കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വാക്യം ഞാനിവിടെ വായിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളങ്ങളോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനങ്ങളും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, വിശ്വാസം പ്രത്യാശ ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം, ഇതിൽ ഏറ്റവും വലിയതോ സ്നേഹം. അപ്പോൾ സ്നേഹത്തിനെ കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പേര് എനിക്കും അളക്കുവാനായിട്ട് കഴിയില്ല. അതിൻ്റെ വീതിയും നീളവും എത്രയാണ് നമുക്കറിയാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, പാട്ടുകാരൻ ഇപ്രകാരം പാടി, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, വാക്കുകൊണ്ട് ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ സ്നേഹമെന്ന് അവിടെ പാട്ടുകാരൻ പറയുക. എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം എത്ര മനോഹരമേ എന്ന് പാട്ടുകാരൻ പാടിയതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹം ദൈവത്തിൻ്റെ പോലെ ചെറുതല്ല, അത് ഒരു നാളും ഉതിർന്നു പോകത്തില്ല. അതാണ് സ്നേഹത്തിൻ്റെ വാല്യൂ. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി ജീവിതം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാ വലിയൊരു കടപ്പാട് എനിക്കുമുണ്ട് എന്ന് മറന്നു പോകരുത്. നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് അറിയാം. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്നേഹം തന്നെയാണ്. 9 കൂട്ടം കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആത്മാവിൻ്റെ ഫലം സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ എല്ലാവരെയും സ്നേഹിക്കേണ്ടതായിട്ട് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു കർത്താവിൻ്റെ സ്നേഹം നമുക്ക് എവിടെ കാണുവാനായിട്ട് കഴിയും? ക്രൂശിലേക്ക് നോക്ക്.
പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശു കർത്താവ് അത് ക്ഷമിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ പേരില് മറ്റുള്ളവരോട്, ശത്രുക്കളോട് യേശു കർത്താവ് സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ ശത്രുവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവരെ സ്നേഹിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് തന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ പൈതലേ. ഇന്ന് ഭവനങ്ങളിൽ സ്നേഹമില്ല, സഭകളിൽ സ്നേഹമില്ല, രക്തബന്ധത്തിൽ പോലും സ്നേഹമില്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ആയിരിക്കുന്നത്. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. മനുഷ്യരെല്ലാം അന്ത്യകാലത്തെ സ്വസ്നേഹികളായി മാറുമെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതല്, ദൈവത്തിൽ നിന്ന് ജനിച്ചൊരു ദൈവത്തിന്റെ പൈതല് അത് ദൈവത്തെ സ്നേഹിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കുവാനായിട്ട് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഞാനിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് എന്ന് മറന്നു പോകരുത്. ഇവിടെ ചില ചിന്തകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തിൽ അവസാനിപ്പിക്കാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് സഹോദര സ്നേഹത്തിന്റെ കൽപ്പന അനുസരിക്കണമെന്ന് പറയുവാനായിട്ടിടയായത്? ഒന്നാമതായിട്ട് 1 യോഹന്നാന്റെ ലേഖനം 4:21 വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പോടെ മനസ്സിലാക്കണം, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണമെന്നാണ് കർത്താവിന്റെ കൽപ്പന. ഇത് കൽപ്പനയാണ്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യണം ദൈവത്തിന്റെ പേര്. അതാ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 30 വർഷം മുമ്പ് ഈ കൽപ്പന ഞാൻ അനുസരിച്ചിരുന്നില്ല. എൻ്റെ യേശു കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ സ്വർഗത്തിൽ തന്നപ്പോൾ കാണപ്പെടുന്നവരെ സ്നേഹിപ്പാനായിട്ട് എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിക്കുവാനായിട്ടിടയായി. അവൻ്റെ ആത്മാവിൻ്റെ മേൽ വന്നപ്പോൾ ആത്മാവിന്റെ ഫലമാണ് സ്നേഹമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് എൻ്റെ ഏതെല്ലാം തെറ്റി നിൽക്കുന്ന ഭവനങ്ങളുണ്ടോ അവിടെയെല്ലാം കടന്നുപോയി ഞാൻ മാപ്പ് പറയുവാനായിട്ടിടയായി. ചില ബന്ധങ്ങളെല്ലാം ദൈവത്തിന് മേലെ അടുക്കുവാനും ചില ബന്ധങ്ങളെല്ലാം അതുപോലെ നിൽക്കുവാനും ഇടയായി. എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സ്നേഹം ദൈവത്തിന് മേലെ ഒരിക്കലും ഉതിർന്നു പോകുന്നതല്ല. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, അവരെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. കാരണം സ്നേഹം ഉതിർന്നു പോകുന്നതല്ല, മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് ദൈവത്തിൻ്റെ പേര്. ഈ കൽപ്പന യേശു കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുള്ള ആത്മാവ് പ്രാപിച്ച ഏതൊരു വ്യക്തി ജീവിതങ്ങളും ദൈവത്തിൻ്റെ പേര് ആയിത്തീരണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് കൽപ്പന അനുസരിക്കണം. ഇതാണ് യഥാർത്ഥ കൽപ്പന. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. സ്നേഹം നഷ്ടപ്പെട്ട് കിടക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ കാണപ്പെടുന്നവരെ സ്നേഹിക്കേണ്ട ചുമതല എനിക്കുമുണ്ട്. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് ദൈവത്തിൻ്റെ പേരിൽ. രണ്ടാമതായിട്ട് 1 യോഹന്നാൻ 4:12 വാക്യം ഞാൻ വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവം വിശ്വാസിയിൽ വസിക്കുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ദൈവത്തിന്റെ പേരിൽ അത്. അല്ലെങ്കിൽ ദൈവം വസിക്കുന്നില്ല. അന്യോന്യം സ്നേഹിക്കണം, സഹോദര സ്നേഹം ഉണ്ടാകണം. ഇതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. സ്നേഹത്തിന് ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. മറ്റുള്ളവർ ശത്രുക്കളായി നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ശത്രുവിന്റെ അടുത്തേക്ക് ഭയമില്ലാതെ നീ കടന്നു ചെല്ലണം. സ്നേഹത്തിന് ഭയമില്ല. തികഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ അത് ഭയത്തെ പുറത്താക്കും ദൈവത്തിന്റെ പേരില്. അവനൊരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ സ്നേഹത്തിലാണ് അവിടേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് സ്നേഹത്തിനൊരു വാല്യൂ ഉണ്ട്. സ്നേഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിന്റെ പക്ഷത്തേക്ക് കടന്നു വരുവാനായിട്ടിടയാകും. അതും മറന്നു പോകരുത്. മൂന്നാമതായിട്ട് 1 യോഹന്നാൻ 4:9 വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമായി തന്നത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്.
അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. സ്വർഗത്തിലെ ദൈവം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് അബ്രഹാമേ എന്ന് വിളിച്ചു. അബ്രഹാം മടങ്ങിത്തിരിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം പരീക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. നീ നിന്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കാനായി സ്വർഗത്തിലെ ദൈവം പറയുക. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് സമയപരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കട്ടെ. ഇസാക്കിനെ അബ്രഹാം കൊടുക്കാൻ മടിക്കായകൊണ്ട് നമ്മുടെ സ്വർഗത്തിൽ ദൈവം ഏകജാതനായ പുത്രനെ യാഗമായി എനിക്കും നിനക്കും തരുവാനായിട്ടിടയായി. അത് മറന്നു പോകരുത്. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കേണ്ട കടപ്പാട് നമുക്കുണ്ട്. ദൈവത്തിന്റെ പൈതലേ, പുത്രനായ യേശു ക്രിസ്തുവിനെ എനിക്കും നിനക്കും വേണ്ടി ദാനമായി സ്വർഗത്തിലായും തന്നു. എന്തിനു വേണ്ടിയാ? നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിപ്പാനായിട്ട് പിതാവാം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തന്നെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ആ സ്നേഹം നിമിത്തം മറ്റുള്ളവരെ, കാണപ്പെടുന്നവരെ നീ സ്നേഹിക്കേണ്ട വലിയ കടപ്പാട് നിനക്കുണ്ട്. എന്തുകൊണ്ടാ? ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട്. മൂന്നാമതായിട്ട്, ദൈവം നമ്മെ സ്നേഹിച്ചതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കണം. നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണം. സഭയിലായാലും വേറെ എവിടെയായാലും ആ സ്നേഹം ദൈവത്തിന് വരെ നിലനിർത്തണം, സ്നേഹിക്കണം. ഇത് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്. നാലാമതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് 1 യോഹന്നാൻ 4:20 വാക്യം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. സഹോദരനെ ഒരിക്കലും പകയ്ക്കാനായിട്ട് പാടില്ല. അവനോട് സ്നേഹം കാണിക്കണം. സ്നേഹത്തിൽ അവനോട് അടുത്തു വരണം. ദൈവത്തിന്റെ പേര് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 1 യോഹന്നാൻ 3:15 വാക്യം ഇപ്രകാരം പറയുന്നു: സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. അവൻ കൊലപാതകത്തിന് തുല്യനാണെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ കാണപ്പെടാത്ത എന്നെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുമെന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാണുന്നവരെ സ്നേഹിക്കണം, എന്നിട്ട് വേണം കർത്താവിനെ സ്നേഹിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ കാണപ്പെടുന്നവരെ സ്നേഹിക്കാൻ കഴിയാത്ത എനിക്കും നിനക്കും ദൈവത്തിന്റെ പേരിൽ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയും? അതുകൊണ്ട് കാണപ്പെടുന്നവരെ സ്നേഹിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നാലാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇപ്രകാരമാണ്: കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് അതിനാൽ അറിയാൻ കഴിയും. അഞ്ചാമതായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. സമയപരിധി ഉള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കടന്നു പോകുന്നത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പേരിൽ ഈ സഹോദര സ്നേഹം നിലനിർത്തണം. കാണപ്പെടുന്നവരെ സ്നേഹിക്കണമെന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനായിട്ടുള്ളത്. ഒരിക്കലും സ്നേഹം ഉതിർന്നു പോകുന്നില്ല. നീ എന്ത് തന്നെ ചെയ്താലും, എത്ര സുവിശേഷ വേല ചെയ്താലും, എത്ര കർത്താവിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, എന്തു തന്നെ ചെയ്താലും സ്നേഹമില്ല എങ്കിൽ അത് സീറോ തന്നെ, വട്ടപൂജ്യം തന്നെ ദൈവത്തിന്റെ പേരിൽ. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന കർത്താവ് പഠിപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട് 1 യോഹന്നാൻ 4:7-8 വാക്യം വായിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്ക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിന്റെ പതില് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൽ കൂടെ ദൈവമക്കളെന്ന് നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയും. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഇതൊരു ദൈവ പൈതലാണെന്ന് വ്യക്തമായി നമ്മോട് പറയും ദൈവത്തിന്റെ പേര്. മറ്റുള്ളവരെ സ്നേഹിക്കുക. അവൻ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും അവനെ സ്നേഹിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ഒതുങ്ങുന്നതല്ല. ആത്മാർത്ഥമായിട്ടുള്ള സാഹോദര്യ സ്നേഹം മറ്റുള്ളവരോട് നീ കാണിക്കണം. ദൈവത്തിന്റെ പേരിൽ എത്ര ശത്രു ആയാലും അവന്റെ അടുത്തേക്ക് നീ കടന്നു പോകണം. നിന്ദിക്കട്ടെ, പരിഹസിക്കട്ടെ, എന്നാൽ ദൈവത്തിന്റെ പേരിൽ അതാണ് അത്ഭുത പ്രവൃത്തി. യേശു കർത്താവിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചല്ലോ. എന്തുകൊണ്ട് യേശു സാഹോദര്യ സ്നേഹത്തിന്റെ കൽപ്പന അനുസരിക്കണമെന്ന് പറഞ്ഞു എന്നുള്ള ചിന്തയാണ് ചിന്തിച്ചത്. ദൈവം കൽപ്പിച്ചിരിക്കയാൽ, യേശു കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കയാൽ അത് ചെയ്യണം. രണ്ടാമതായിട്ട്, ദൈവം വിശ്വാസിയിൽ വസിക്കുന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം. 3, ദൈവം നമ്മെ സ്നേഹിച്ചതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കണം.
4, കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അറിയാം. അതുകൊണ്ട് അവരെ സ്നേഹിക്കണം. 5-ാമതായിട്ട് ദൈവമക്കളെന്ന് തെളിയിക്കുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം ഈ വചനപരിധിയിൽ ആരെല്ലാം വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇന്നെനിക്ക് പറയാനായിട്ടുള്ളത് അവരെയെല്ലാം സ്നേഹിക്കണം. ദൈവത്തിൻ്റെ പേരിൽ നിന്റെ ശത്രു ഏതെല്ലാം ആയിത്തീർന്നാലും അവരെ സ്നേഹിക്കുകയാണെങ്കിൽ നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങളെ നടക്കുവാനായിട്ടിടയാകും. അതേ സഭകളിൽ അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ടിടയാകും. ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ നിന്റെ ഭവനത്തിൽ ചെയ്യും. ദൈവത്തിൻ്റെ പതിലെ ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, നല്ലവനായ കർത്താവേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവർ നിന്റെ കൽപ്പന അനുസരിക്കണമെന്ന് വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചല്ല കർത്താവേ. തമ്മിൽ സ്നേഹം കർത്താവെ നഷ്ടപ്പെട്ട് കിടക്കുന്ന കാലത്താണ് നിങ്ങൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ടുള്ള കർത്താവെ കൃപ ധാരാളമായിട്ട് എല്ലാ മക്കൾക്കും കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനപരിധിയിൽ ആരെല്ലാം ഈ വചനം കേട്ടിട്ടുണ്ടോ അവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ഇത് കർത്താവെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണെന്ന് കാണുവാൻ നിങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ശത്രുത്വമില്ലാതെ പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നതുപോലെ കർത്താവെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേക ജനങ്ങളുടെ മേൽ നീ അത്ഭുതം ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ നീ മതിയായവനാണല്ലോ കർത്താവെ. കൈപ്പേറിയ ജീവിതമാണെങ്കിലും കർത്താവെ സ്നേഹത്തിൻ്റെ ഒരു ജീവിതമായി തീരുവാൻ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നന്ദിയോടെ സ്തോത്രം. അവർ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ കൃപ കൂടിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് രാത്രി ഒരു പുത്തൻ തീരുമാനമെടുത്ത് കർത്താവെ നഷ്ടപ്പെട്ട അതേ കർത്താവെ കുടുംബജീവിതങ്ങൾ, അതേ ഉലഞ്ഞ ജീവിതങ്ങൾ ഇന്ന് കർത്താവെ പുനരാരംഭിക്കാൻ തക്കവണ്ണം സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ കർത്താവ് തമ്മിൽ സ്നേഹമില്ലാതെ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ കർത്താവെ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം ഒന്നിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. ഏതെല്ലാം വിഷയങ്ങളുടെ മുകളിൽ ഭാരപ്പെട്ട ആരെല്ലാം ആയിരിക്കുന്നു അവിടെ എല്ലാ വിഷയങ്ങളും മേലും അത്ഭുതം ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചവരെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപ കാണിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.